ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ട്വീറ്റ് വിട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ദ ഇന്ത്യൻ എയർഫോഴ്സ് ഹാസ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് ഇറ്റ്സ് അസൈൻ ടാസ്ക് ഇൻ ഓപ്പറേഷൻ സിന്ദൂർ വിത്ത് പ്രിസിഷൻ ആൻഡ് പ്രൊഫഷണലിസം. ഓപ്പറേഷൻസ് were conducted in a deliberate and discreet manner aligned with national ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തെ അവരുടെ പാരഗ്രാഫ് തുടങ്ങുന്നത് എങ്ങനെയാണ്? സിൻസ് ദ ഓപ്പറേഷൻസ് ആർ സ്റ്റിൽ ഓൺ ഗോയിങ് എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽഡ് ബ്രീഫിംഗ് വിൽ ബി കണ്ടക്ടഡ് ഇൻ ഡ്യൂ കോഴ്സ്. അതായത് ഓപ്പറേഷൻസ് ഇപ്പോഴും തുടരുകയാണ്, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അപ്പോൾ അവസാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അവസാനിച്ചിട്ടില്ല എന്ന് എയർഫോഴ്സ് പറയുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് നമ്മുടെ രാജ്യവും പാകിസ്ഥാനും സ്ഥിരീകരിക്കുന്നു. കഴിഞ്ഞ ദിവസം 5:30 വന്ന വെടിനിർത്തൽ അതിനുശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങൾ ഇന്ത്യയിലേക്ക് ഉണ്ടാകുമ്പോൾ ഡ്രോണുകൾ വന്നിട്ടുണ്ട് എന്ന് ഇന്ത്യ സ്ഥിരീകരിക്കുന്നു. രാത്രി തന്നെ വിക്രം മിശ്രി വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നു പ്രകോപനം ഉണ്ടായി, ഷെല്ലിങ്ങും ഡ്രോണുകൾ വന്നിട്ടുണ്ട്, വെടിവയ്പും നടന്നതായിട്ട് പറയുന്നു. പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ പറഞ്ഞത് ഞാൻ താങ്ക്സ് പറയുന്നു. ആ താങ്ക്സിന്റെ കൂട്ടത്തിൽ ഒരാൾ കൂടെ ചേർത്താണ് അയാൾ താങ്ക്സ് പറയുന്നത്. സോഷ്യൽ മീഡിയയാണ് താങ്ക്സ് പറയുന്നത്. കാരണം പാകിസ്ഥാൻ അവിടെ നിന്ന് 10 ഡ്രോണുകളും ഗ്രനേഡുകളും റോക്കറ്റുകളൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കുമ്പോഴേക്കും പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ അവിടെ പണി തുടങ്ങും. അവര് പറയുന്നത് ഞങ്ങൾ നഗ്രോട്ടയിൽ ഭീകരാക്രമണം നടത്തി, ഒരു സൈനികൻ മരിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ വാർത്ത ഇന്ത്യയിൽ കത്തിപ്പടരുകയും ചെയ്യും എന്നുള്ളതാണ്. ആ വാർത്ത ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം വളരെ പൊലിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഉടനെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു പറയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, നഗ്രോട്ടയിൽ ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല, കാര്യങ്ങളൊക്കെ സേഫാണ്, ശ്രീനഗർ സേഫാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പൊ സോഷ്യൽ മീഡിയ പ്രൊപ്പഗാൻഡാസ് പാകിസ്ഥാൻ വളരെ ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിട്ടുള്ള ആ ഒരു താങ്ക്സ് ഇവർക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ വെടിനിർത്തൽ കരാർ. ഈ വെടിനിർത്തൽ കരാർ എത്ര നാൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? ഇപ്പോഴും നരേന്ദ്രമോദി പറയുന്നത് വേണമെങ്കിൽ ഇന്ത്യ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങിയേക്കാം എന്നാണ് നമ്മുടെ രാജ്യം പറയുന്നത്. അതേസമയം നമ്മുടെ രാജ്യം പാകിസ്ഥാന് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. നമ്മുടെ രാജ്യം പാകിസ്ഥാനെ എന്ത് ചെയ്തു, ഒരു പാഠം പഠിപ്പിച്ചോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിൽ കോൺഗ്രസ്സുകാർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന വാദം ആ 4 ഭീകരർ എവിടെയെന്നാണ്. നമ്മുടെ ഇന്ത്യയോട് ചോദിക്കുകയാണ് 4 ഭീകരരെ എന്തുകൊണ്ട് നരേന്ദ്രമോദി പിടിച്ചില്ല? പാകിസ്ഥാൻ അവിടെ നിന്ന് സോഷ്യൽ മീഡിയയിൽ വഴി ഇങ്ങോട്ടേക്ക് പടച്ചുവിടുന്ന എല്ലാം ഇവർ കൃത്യമായിട്ട് ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് കോൺഗ്രസ്. അതുപോലെ അവർ പടച്ചുവിട്ട ഒരു സംഭവമായിരുന്നല്ലോ പുൽവാമയിലെ ഭീകരാക്രമണം, നരേന്ദ്രമോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി നടത്തിയതാണ് എന്നുള്ളത്. ഇന്ന് പാകിസ്ഥാന്റെ കമാൻഡർ പറഞ്ഞിട്ടുണ്ട് പുൽവാമ ഞങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതാണെന്ന്. അപ്പൊ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നുണ്ടായിരിക്കും അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ, ഇതൊക്കെ നരേന്ദ്രമോദി ചെയ്തതാണ്, നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ലേ ദയവ് ചെയ്ത് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതായത് വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെയൊക്കെ സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യ എന്താണ് നമ്മൾ അങ്ങോട്ടേക്ക് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ത് കണ്ടാണ് പാകിസ്ഥാൻ ഭയന്നത്? ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് വേണമെങ്കിൽ പിന്മാറാമെന്ന് പറയുമ്പോൾ ഇതൊരു നീർക്കുമിളയാണോ ഈ വെടിനിർത്തൽ കരാർ? ഈ അടിയും തിരിച്ചടിയും കൊണ്ട് നമ്മുടെ രാജ്യത്തിൽ ആകെ ഉണ്ടായൊരു നഷ്ടം കേരളത്തിലാണ്. ഇതുമൂലം തൊഴിലും കൂലിയും ഒക്കെ നഷ്ടപ്പെട്ടത്, ഒരു യൂട്യൂബറിന്റെ പണി പോയി എന്നുള്ള, ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചിരുന്ന യൂട്യൂബറുടെ പണി പോയി എന്നുള്ളത് കവിഞ്ഞിട്ട് യാതൊരു നഷ്ടവും ഈ രാജ്യത്ത് വരുത്തി വെച്ച്. എന്നാൽ എന്താണ് ഈ 3 ദിവസം 90 മണിക്കൂറുകളിൽ നടന്ന ഈ ഏറ്റുമുട്ടൽ? നമ്മൾ ഏറ്റുമുട്ടൽ തന്നെ പറയാം, നമ്മളെ യുദ്ധം എന്ന് പറയുന്നില്ല. യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാൻകാരാ, നമ്മള് രാജ്യം ഏറ്റുമുട്ടൽ എന്ന് പറയാം. നമ്മുടെ അവിടെ കയറി അടിച്ച ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. അല്ല, പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയുന്നതിൽ പാകിസ്ഥാനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ രാജ്യം മൊത്തം കത്തിപ്പോയി എന്നുള്ളതാണ്. യുദ്ധ സമാനമായ സാഹചര്യമല്ലോ. നോക്കുമ്പോൾ മെസൈലുകളൊക്കെ ചറപറാന്നാണ് വന്ന് വീഴുന്നത്. നമുക്കിവിടെ വളരെ സുഖമായിരുന്നല്ലോ. നമുക്ക് സുഖമാണ്, നമ്മൾ കളിച്ചിരിച്ച് നടക്കുന്നു, മാർക്കറ്റിൽ പോകുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പം അവരെ സംബന്ധിച്ച് ശരിയാ, ധനുഷ് പറഞ്ഞ വളരെ കറക്റ്റാ. അവരെ സംബന്ധിച്ച് അതൊരു യുദ്ധം തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഇന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ പറഞ്ഞത് നമ്മുടെ ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഭീകരവാദികളെ ഒതുക്കി തീർക്കുന്നവരെ മുമ്പോട്ട് പോകുന്നതാണ് പറഞ്ഞത്. ഈ ഒരു 90 ദിവസത്തിനിടയ്ക്ക് ലോക രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ, അതിലൊന്ന് കുറെ തള്ളുകളൊക്കെ പൊളിഞ്ഞു വീണു ഈ ലോകത്തിൽ. തള്ളു രാജ്യങ്ങളുണ്ട്, തള്ളുന്ന മനുഷ്യരെ പോലെ തന്നെ തള്ളു രാജ്യങ്ങൾ. അതിനകത്ത് ഏറ്റവും വലിയ പൊളിഞ്ഞടിക്കിയ ഒരു സാധനം F-16 എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു ഭയങ്കര സംഭവമായിരുന്നു എന്ന് പറയുന്ന ഒരു വിമാനമാണ്. 8 നില പൊട്ടി 2 എണ്ണമാണെന്ന് തോന്നുന്നു ഇന്ത്യ അടിച്ചിട്ടത്. അത് 2 3 അങ്ങാണ്ട് അടിച്ചിട്ടത് മുഴുവൻ F-16. അതോടുകൂടി അമേരിക്കയുടെ എല്ലാ പണിയും തീർന്നു. അപ്പോ രണ്ടാമത്തേത് FJ-17 എന്ന് പറഞ്ഞിട്ട് ചൈന കിടുവാണെന്നും പറഞ്ഞ് പുറത്തിറക്കിയ സാധനമാണ് അവരുടെ അടുത്ത ഫൈറ്റർ ജെറ്റ്. ഭയങ്കര സംഭവമാണെന്ന് അവർ പറഞ്ഞത്. അവര് പറഞ്ഞത് ഞങ്ങളുടെ
ഏറ്റവും ഫൈറ്റർ ലേറ്റസ്റ്റ് ആണ്. ജെറ്റ് ഇതിനെ വെല്ലാൻ ലോകത്ത് ആരുമില്ല എന്നാണ് പറഞ്ഞത്. FJ-17 ഫസ്റ്റ് ദിവസം തന്നെ അതിനടിച്ചത് താഴെ ഇട്ടത്. അതോടുകൂടി പിന്നത് പറന്ന് കണ്ടില്ല. അപ്പോഴും ലോകത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ രണ്ട് കാരണം എനിക്ക് തോന്നുന്നത് F-16 താഴെ വീണപ്പോ ആദ്യം ചിരിച്ച വ്യക്തി പുട്ടിനായിരിക്കും. കാരണം ഇന്ത്യ അത് വാങ്ങിയില്ലല്ലോ. ഞങ്ങളുടെ സുഹൃത്തുക്കൾ അത് വാങ്ങാൻ നന്നായി കണ്ടാ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ റഷ്യയുടെ S-400 പണി തുടങ്ങിയപ്പോ അമേരിക്കയുടെ താടിക്ക് കൈ കൊടുത്തിരിക്കേണ്ട അവസ്ഥ വന്നില്ലേ? താട് പൊളിഞ്ഞെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. S-400 എന്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു. അതുപോലെ തന്നെ മറ്റ് അനവധി കാര്യങ്ങൾ. ഇവിടെ ലോകം ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഉപയോഗിച്ച ആയുധങ്ങൾ രണ്ട് രാജ്യങ്ങളുടെ ആയുധങ്ങളാണ് പ്രധാനമായിട്ടും അത് നമ്മളും അവരും ചേർന്ന് ഉൽപ്പാദിപ്പിച്ച ആയുധങ്ങളാണെന്നാണ് കേൾക്കുന്നത്. നമ്മുടെ സൈന്യം ഒരിക്കലും ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിലൊന്ന് റഷ്യയുമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് നമുക്ക് ഏറെയുള്ളത്. അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ റഷ്യയുമായി ചേർന്ന് നമ്മൾ ആയുധങ്ങൾ നിർമ്മിക്കും. ഒപ്പം തന്നെ ഇസ്രയേലുമായി ചേർന്ന് നിർമ്മിക്കുന്നുണ്ട് നമ്മൾ ആയുധങ്ങൾ. അദാനിയുടെ ഡ്രോണിന് എന്തുകൊണ്ടാണ് ഡിമാൻഡ് വന്നതെന്ന് ഇപ്പോൾ ലോകത്തിന് മനസ്സിലാക്കണം. നമ്മൾ ഈ വാർത്ത കണ്ടതാണ്. മുമ്പ് ഈ ഇസ്രയേലിന്റെ പക്കലുള്ള ആയുധം തീർന്നപ്പോൾ ഇന്ത്യ കയറ്റി അയച്ചിരുന്നു. അവർ ഇപ്പോൾ ഒരു യുദ്ധം വലുതായിട്ട് തുടങ്ങിയായിരുന്നല്ലോ. ഇപ്പൊ ഇസ്രയേലും ഹമാസും ഇസ്രയേലും സിറിയയും അങ്ങനെ ഇസ്രയേൽ 4 പാട് നിന്ന് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആയുധങ്ങൾ പോയി, വെടിയുണ്ടകൾ പോയി, ഒപ്പം തന്നെ ഡ്രോണുകളും മറ്റുമൊക്കെ ഇന്ത്യയിൽ നിന്ന് വലിയ രീതിയിൽ അവർ കൊണ്ടുപോയി. അപ്പോൾ തന്നെ ചിന്തിക്കേണ്ടതല്ലേ, ലോകത്തെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ധൈര്യവാന്മാരായിട്ടുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അവർക്കൊരു ഷോർട്ടേജ് വന്നപ്പോൾ അവരെവിടെ നിന്നാണ് ആയുധം കൊണ്ടുപോയത്? അമേരിക്കയുടെ മറ്റിടത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ മുമ്പേ കൊണ്ടുപോയത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അതിൽ നിന്ന് തന്നെ ഒരു വ്യക്തമല്ലേ, പെർഫെക്റ്റ് സാധനമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അവനറിയാം. കാരണം അതിനേക്കാൾ വലിയൊരു ബുദ്ധിരാഷ്ട്രന്മാരായ രാജ്യം വേറെ ഇല്ല. ഇവിടെ നിന്നാണ് കയറിപ്പോയത്. അദാനിയുടെ കമ്പനിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഡ്രോണുകളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്നത് കയറിപ്പോയിരുന്നു. അന്ന് അതിന്റെ പേരിൽ അദാനി കേൾക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ആയുധം കൊടുത്തതിന്റെ പേരിൽ ഇന്ത്യ കേൾക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയുടെ വെടിയുണ്ട ഏറ്റാണ് അവിടെ എല്ലാവരും മരിക്കുന്നത്. സാധാരണ അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാറിന്റെ ഭാഗവുമാണ്. ആ ഇസ്രയേലുമായി ചേർന്നുകൊണ്ട് നമ്മളിവിടെ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പം അതിന്റെ സ്വാഭാവികമായി അവർക്കത് നൽകേണ്ടതാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് ഈ 90 ദിവസം കൊണ്ട് തെളിഞ്ഞു വന്നത് 3 രാജ്യങ്ങൾ: ഇസ്രായേൽ, ഇന്ത്യ, റഷ്യ. കാരണം ആയുധ കരുത്തിന്റെ കാര്യത്തിൽ ഇതാണെന്ന് മനസ്സിലായി. മറ്റൊന്ന്, ചൈനയുടെ PL-15 എന്ന് പറഞ്ഞിട്ട് അവരുടെ പുലിയാണെന്ന് പറഞ്ഞിട്ടൊരു മിസൈല് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഹരിയാനയിലെ ആക്രക്കടയിൽ ഇരിപ്പുണ്ട്. അതാണ് അതിന്റെ അവസ്ഥ. പൊട്ടാത്തത് കൊണ്ട് അത് മൊത്തം പെറുക്കി കൊണ്ടുപോയി. പിന്നെ തുർക്കിയുടെ ഡ്രോൺ എന്തൊക്കെ അഭ്യാസമാണെന്നാണ് എർദോഗൻ കുറച്ചാൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു അൽഖ്വയ്ദക്കാർ പോലും ആ ഡ്രോൺ വാങ്ങിക്കൊണ്ടു പോകത്തില്ലെന്ന് തോന്നുന്നു. 8 നിലയിലാണ് അത് പൊട്ടിയത്. അതിന്റെ വേസ്റ്റുകളെല്ലാം കൂടെ വന്നിട്ട് പഞ്ചാബി വീണ ആർക്കൊക്കെ പരിക്ക് പറ്റിയ. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ആകെത്തുക എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് അതിന്റെ ഒരു സാധനം. ഇതിൽ നിന്ന് തന്നെ ചില രാജ്യങ്ങൾക്കുണ്ടാകുന്ന ഒരു പൊള്ളലുണ്ട്. കാരണം ഒരു വിമാനം തകർന്നു വീഴുന്നു എന്ന് പറയുമ്പോൾ അത് ശത്രുവിനല്ല വേദനിക്കുന്നത് കൂടുതലും, പകരം അത് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിനാണ് അത് കൂടുതലും ഷെയിം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു അപമാനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ രാജ്യം ഒരിക്കലും ഏത് വിമാനമാണ് തകർത്തതെന്നോ ഏത് വിമാനത്തെയാണ് വെടിവെച്ചിട്ടതെന്നോ നമ്മളുടെ രാജ്യം പറഞ്ഞിട്ടില്ല. പറയാത്തത് എന്തുകൊണ്ടേ എന്ന് ചോദിച്ചു. പക്ഷെ നേരെ മറിച്ച് പാകിസ്ഥാന്റെ സ്വന്തം മിസൈലിനെ, ഫത്താ മിസൈലിനെ കുറിച്ച് ഇന്നലെ മിനിസ്ട്രി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാന്റെ ഇന്ന മിസൈൽ ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചു. നേരെ മറിച്ച് ചൈനയുടെ മിസൈൽ താഴെ പോയത് നമ്മൾ പറഞ്ഞില്ല, നാട്ടുകാരാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യം പറഞ്ഞിട്ടില്ല, നാട്ടുകാരാണ് പറഞ്ഞത്. ഏതൊക്കെ വിമാനം പോയെന്നുള്ളത് നാട്ടുകാരാണ് പറഞ്ഞത്. കാരണം നാട്ടുകാർക്ക് കാണാമല്ലോ, ഒരു വീഡിയോ എടുത്ത് പ്രാദേശിക മാധ്യമങ്ങളൊക്കെ നൽകുന്നു. എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ പ്രോട്ടോകോൾ പ്രകാരമാണ് അങ്ങനെ ചെയ്യാത്തത്. കാരണം ഏത് രാജ്യത്തിൻ്റെതാണെന്ന് പറയില്ല. കാരണം ഓരോ രാജ്യവും ആയുധ വിറ്റ് ജീവിക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു തുക. അതായത് ഒറ്റ ഡ്രോണിനും നിലം തൊടാൻ പറ്റിയില്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് ഒരു വലിയ ശക്തികൾ, ഇല്ലെങ്കിൽ ഒരു ആണവ ആയുധം ഉണ്ടെന്ന് പറയുന്ന 2 രാജ്യങ്ങൾ നമ്മൾ ഏറ്റുമുട്ടൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും. അത് അങ്ങനെയാണല്ലോ. ഒരു അടിയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 അടി കൊടുത്തു കഴിഞ്ഞാൽ 1 അടി ഇങ്ങോട്ടും കിട്ടും, സ്വാഭാവികം. അതുപോലെയുള്ള ചെറിയ ചില പരിക്കുകൾ നമുക്ക് പറ്റി. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കി എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തി, ജമ്മു കാശ്മീർ അതിർത്തിയിലാണ്. പൂഞ്ചിലടക്കം. നമുക്ക് പൂഞ്ചിലടക്കം എന്നുള്ളത് പുതിയൊരു സംഭവമല്ല. അവിടെ അതിർത്തി ഗ്രാമങ്ങളിൽ ഈ ഗ്രാമീണരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതൊക്കെയാണ് ഈ പാകിസ്ഥാൻ ചെയ്യുന്ന ഏറ്റവും നെറികെട്ട സംഭവം. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് തന്നെ അതിനുശേഷം വന്നൊരു നിലപാടിലാണ് എല്ലാവർക്കും വലിയ ഉത്കണ്ഠ. ഇതെന്താണ് സംഭവിച്ചത്? കാരണം പെട്ടെന്ന് തന്നെ പാകിസ്ഥാനിൽ നിന്നൊരു കോൾ വരുന്നു. പെട്ടെന്ന് തന്നെ അമേരിക്ക ഇടപെടുന്നു. പാകിസ്ഥാൻ ചില നിർണായക യോഗങ്ങൾ കൂടുന്നു. അപ്പോഴേക്കും വെടിനിർത്തലിന്റെ ചില സൂചനകൾ പുറത്തു വരുന്നു. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്യുന്നു, ഉടൻ തന്നെ ഇവർ വെടിനിർത്തലിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ വെടിനിർത്തലിലേക്ക് പോകുന്നു. എല്ലാവരും ചോദിക്കുന്നു, ഇത് ഇന്ത്യക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളത്. അതിന് ചില വ്യക്തമായ കാരണങ്ങൾ കൂടി ഉണ്ടാകണമല്ലോ. അത്തരം ചില കാരണങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്.
പക്ഷെ അതൊരിക്കലും നമുക്ക് ആധികാരികമായിട്ട് അത് പറയാൻ കഴിയില്ല. കാരണം ആധികാരികമായിട്ട് അതിന് തെളിവില്ല. ഒരുപക്ഷെ ഇത് അറിയാവുന്ന രാഷ്ട്ര തലവന്മാർ ജീവിതകാലത്ത് ഇത് പറയുമോ എന്നറിയില്ല. പക്ഷെ ട്രംപ് ഉള്ളത് കൊണ്ട് അധികം വൈകാതെ പറയുമായിരിക്കും. കാരണം ഈ ട്രംപിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാരണം പുള്ളി ഏതെങ്കിലും ഒരു സമയത്ത് ഈ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. നമുക്കത് കണ്ടതാണ്. നമ്മൾ ഈ അഭിനന്ദ് വർത്തമാന്റെ കാലത്തൊക്കെ ഈ അന്ന് നരേന്ദ്രമോദി മറ്റേ ലാഹോറിൽ അണുവായുധമിടാൻ അതെ അതെ അങ്ങനെ ആ സംഭാഷണം അതൊക്കെ വെച്ചാൽ ഒരു രണ്ട് രാഷ്ട്രത്തലവന്മാർ നടത്തുന്ന ടോക്സ് ഒരിക്കലും പുറത്തു വരാറില്ല. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വായിൽ തന്നെ ഇത് കേൾക്കാൻ കഴിയും എന്തായാലും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഫസ്റ്റ് അറ്റാക്ക് തുടങ്ങിയപ്പോൾ ആദ്യം ഇന്ത്യ അറ്റാക്ക് ചെയ്ത ഒരു വിമാനത്താവളമാണ് സർഗോദ എന്ന് പറയും. ആ വിമാനത്താവളത്തിന്റെ പേര് മുഷറഫ് വ്യോമത്താവളം, പർവേസ് മുഷാറഫിന്റെ മുഷറഫ് വ്യോമത്താവളമാണ്. ഇത് ചെറിയ വ്യോമത്താവളമാണ്, വലിയ പ്രാധാന്യമുള്ള ഒരു വ്യോമത്താവളമാണ്. F-16 എന്ന വിമാനങ്ങൾ, അതുപോലെ തന്നെ ഫൈറ്റർ ഫാൽക്കൺ, JF-16, മിറാഷ് 5A തുടങ്ങിയ യുദ്ധവിമാനങ്ങളുടെ സ്ക്വാഡ്രണുകൾ ഉള്ള ഒരു വമ്പൻ വ്യോമത്താവളമാണ്. ഇനി ഈ സർഗോദ എന്താന്നുള്ളത് ധനുഷ് ചെറുതായിട്ടൊന്ന് ധനുഷിന് ആ മനസ്സിലായ കാര്യം ഒന്ന് വിശദീകരിച്ചു. ഈ സർഗോദയെ കുറിച്ച് പ്രേക്ഷകർക്ക് അതെ, ഇത് നമ്മൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇന്ത്യ ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ ഇന്ത്യ ഒരിക്കലും ക്ലെയിം ചെയ്യില്ല. ഒരു ലോകരാജ്യങ്ങൾ, അതായത് മാനം മര്യാദയാക്കി ജീവിച്ചു പോകുന്ന ഒരു ലോകരാജ്യങ്ങളും ക്ലെയിം ചെയ്യില്ല. അതിൽ ബിജുചേട്ടൻ പറഞ്ഞ ഒരു വളരെ വലിയൊരു പോയിന്റാണ്. കാരണം നമ്മളൊരു രാജ്യത്തെ ആക്രമിച്ചിട്ട് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നാലും വന്നിരുന്നിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കുന്നതും നമ്മുടെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ വിചാരിക്കുന്നതും ഞങ്ങൾ അവിടെ പോയി അതടിച്ചിട്ടു, മറ്റേ പാകിസ്ഥാൻ പട്ടാള മേധാവിയെ കൊന്നു, അവന്റെ നെഞ്ചത്ത് ചവിട്ടി കാറി തുപ്പി എന്നൊക്കെ പറയുന്നതായിരിക്കും. അവർ അങ്ങനെയല്ല ബ്രീഫ് ചെയ്യുന്നത്. അവർ വളരെ പക്വമായിട്ട് ഞങ്ങൾ അവിടെ ഇത്ര എയർബേസ് തകർത്തിട്ടുണ്ട്, ഞങ്ങൾ അവിടെ ഇത്ര കാര്യങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇത് പ്രതിരോധിച്ചിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ മാത്രം പറയും എന്നുള്ളതല്ലാതെ അവർ കൂടുതൽ ഒരു കാര്യങ്ങളും പറയാനായിട്ട് പോകുന്നില്ല. അത് എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം സൈനികർ പറയാത്ത മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വിവരങ്ങളാണ്. ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോഴായിരുന്നാലും പലസ്തീന്റെ ഭാഗത്തു നിന്ന് വരുന്ന പല ഇതുമാണ്. അതായത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി, ആ വ്യോമാക്രമണം നടത്തിയപ്പോൾ ഞങ്ങളുടെ ഇത്ര പേര് മരിച്ചു എന്ന് ഫലസ്തീൻ പറയുമ്പോഴാണ് ഞങ്ങൾ വാർത്തയിടുന്നത്. അതായത് ഇസ്രായേൽ പറയില്ല ഞങ്ങൾ ഇത്ര പേരെ കൊന്നു എന്ന്. എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഇത്ര പേരെ കൊന്നു, ഞങ്ങൾ ഇത്ര പേരെ അവിടെ? അത് ഇസ്രായേൽ ഒരിക്കലും പറയില്ല. ഇസ്രായേൽ ഞങ്ങൾ വ്യോമാക്രമണം നടത്തിയെന്ന് മാത്രമേ പറയൂ. കൊന്ന കണക്ക് പറയേണ്ടത് പലസ്തീനാണ്. എന്തായാലും അതുപോലെ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ പ്രധാനമായിട്ടും 19 എയർബേസുകളാണ്, പ്രവർത്തനക്ഷമമായിട്ടുള്ള എയർബേസുകളാണ് ഉള്ളത്. ഈ 19 പ്രവർത്തനക്ഷമമായിട്ടുള്ള എയർബേസുകളിൽ 13 എയർബേസുകളാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ 13 എയർബേസുകളും ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ 13 എയർബേസ് ഇന്ത്യ തകർത്തു എന്ന് പറയുന്നത് ലോകത്തൊരു രാജ്യത്തും ഇതുപോലൊരു തിരിച്ചടി കൊടുക്കുമ്പോൾ സാധിക്കാൻ കഴിയാത്തൊരു നേട്ടമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇനി ഇന്ത്യക്കെതിരെ അവിടെ നിന്ന് പറന്നു പൊങ്ങാൻ ഒരു വിമാനം പറന്നു പൊങ്ങാൻ ഒരു എയർബേസ് ഇല്ല എന്നുള്ളതാണ്. അതാണ് ബിജുചേട്ടൻ ആദ്യം പറഞ്ഞത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധമായിരുന്നു. കാരണം അവരുടെ 13 എയർബേസും തകർന്നുപോയി. ഇനി ഇതൊക്കെ അവർക്ക് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ അവർക്ക് കാശ് വേണ്ടി വരും. ഇതിനകത്ത് കാഷ്വാലിറ്റി ഉണ്ടോ എന്ന് നമുക്കറിയില്ല, എത്ര പട്ടാളക്കാർ മരിച്ചിട്ടുണ്ടെന്നും അറിയില്ല. ഇന്ത്യ അത് പറയാനും പോകുന്നില്ല. പാകിസ്ഥാൻ നാണക്കേട് പറയുന്നത് പറയൂല. കാരണം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്നാണ്. അയാൾ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ആളുകൾ മാത്രമല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്, അവരുടെ അനവധി വിമാനങ്ങൾ. കാരണം ഈ വ്യോമത്താവളത്തിൽ വെറുതെ കാലിയാക്കിയിടുന്ന സ്ഥലമല്ലത്, വിമാനങ്ങൾ സ്ഥലം. എത്ര വിമാനങ്ങൾ പോയെന്ന് അവരൊരിക്കലും പറയില്ല. അതെ, വിമാനങ്ങൾ പോയെന്ന് അവർ പറയത്തില്ല. അത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്നലെ രാത്രി സോഷ്യൽ മീഡിയയ്ക്ക് നന്ദി പറഞ്ഞിട്ട് പറയുന്നത് ഞങ്ങൾ യുദ്ധം വിജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ യുദ്ധം വിജയിച്ചു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഒരിക്കലും ഞങ്ങളുടെ വിമാനത്താവളങ്ങൾ തകർന്നു എന്ന് പറയില്ല. അതിനുശേഷമാണ് ഇന്ത്യ ഇന്ന് രാവിലെ വന്ന് ബ്രീഫ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇത്ര വിമാനത്താവളങ്ങൾ ഞങ്ങൾ തകർന്നു. 13 ബേസ്, അതായത് ഒരെണ്ണം പോലും മിച്ചമില്ല എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, നമ്മളെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത. അതായത് പാകിസ്ഥാൻ ആദ്യം മുതലേ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്, നമ്മുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്നുള്ളത്. 2 ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധം ലോക രാജ്യങ്ങൾ നിരീക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആണവായുധം എടുത്ത് പ്രയോഗിക്കരുത് എന്ന് നിയമമുണ്ടെങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദികളുടെ രാഷ്ട്രമാണ്. അവന്മാര് ആണവായുധം പ്രയോഗിച്ചാലോ എന്നുള്ളൊരു ഭയം ലോക രാജ്യങ്ങൾക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കും ആ ഭയമുണ്ട്. ഇന്ത്യ ആ മേഖലയിൽ വളരെ സ്പഷ്ടമായിട്ടുള്ള നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു റിപ്പോർട്ട്
എന്ന് പറയുന്നത് ഞങ്ങൾ ഇതാ ആണവ കമ്മിറ്റി യോഗം ചേരുന്നു എന്നുള്ളതാണ്. ഈ ആണവ കമ്മിറ്റി യോഗം അവിടെ ചേരുന്നു എന്ന് പാകിസ്ഥാൻ പറയുന്നു. ഇതിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ, ഇത് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്, വന്ന വാർത്ത സ്ഥിരീകരണമാണ്. പാകിസ്ഥാനിൽ 2 ഭൂചലനമുണ്ടായി. 4.0 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ സെയിം, അതായത് 4.0 റിക്ടർ സ്കെയിലിൽ ആദ്യം ഒരു ഭൂചലനം ഉണ്ടായി, രണ്ടാമത് വീണ്ടും ഒരു ഭൂചലനം ഉണ്ടായി. ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് വാർത്ത കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയും പാകിസ്ഥാനെ ചതിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ വാർത്ത പോയത്. പക്ഷേ ഒരു ആണവായുധ പരീക്ഷണം നടത്തുന്നതിന് സമാനമായിട്ടുള്ള ഭൂചലനമാണ് അവിടെ ഉണ്ടായത് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. നമുക്കറിയില്ല, നമ്മളിപ്പോഴും പറയുന്നു നമുക്കറിയില്ല. അവിടെ 2 ഭൂചലനം 4.0 റിക്ടർ സ്കെയിലിൽ ഉണ്ടായി. ഇതൊരു ആണവായുധ പരീക്ഷണം നടത്തിയതാണ്. കാരണം പാകിസ്ഥാൻ ആണവ കമ്മിറ്റിക്ക് രൂപം കൊടുത്തു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ സമയത്താണ് ഇന്ത്യ സർഗോദ എന്ന് പറയുന്ന മിലിറ്ററി ബേസിൽ, അവരുടെ എയർ ബേസിൽ അടിക്കുന്നത്. ഈ സർഗോദ എന്ന് പറയുന്ന ഈ എയർ ബേസിൽ നിന്നും തൊട്ടടുത്താണ് പാകിസ്ഥാന്റെ കിർണ ഹിൽസ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ആണവായുധത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്താണ്. ഈ സർഗോദയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് സർഗോദ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സർഗോദ എയർബേസ് ആണ് ഇന്ത്യയുടെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന എയർബേസ്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് ക്യാരി ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള എയർബേസ് എന്ന് പറയുന്നത്. ഈ സർഗോദയിൽ ഇപ്പോ പ്രവർത്തനക്ഷമമായിട്ടുള്ള 4 ബാലിസ്റ്റിക് മിസൈൽ കാരിയർ എയർബേസുകളാണുള്ളത്. അതിലൊന്ന് സർഗോദ എയർബേസ് ആണ്. ഈ സർഗോദ എയർബേസിൽ നിന്ന് ഇന്ത്യക്ക് പാകിസ്ഥാന് കൃത്യമായിട്ട് ഇന്ത്യ ആക്രമിക്കാൻ സാധിക്കും. സർഗോദ ഗാരിസണിൽ നിന്ന്, അതായത് കിരാണ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന സർഗോദ ഗാരിസൺ 1983 മുതൽ 1990 വരെ പാകിസ്ഥാൻ ആണവ വികസനത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഒരു പരമ്പരാഗത യുദ്ധോപകരണ സംഭരണ മേഖലയ്ക്ക് സമീപം 10 സാധ്യതയുള്ള ട്രാൻസ്പോർട്ടർ എറക്ടർ ലോഞ്ചർ ഗ്യാരേജുകളും 2 അറ്റകുറ്റപ്പണി നടത്തുന്ന ഗ്യാരേജുകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ആ ബേസാണ് ഇന്ത്യ തകർന്നത്. ഈ ബേസ് ഇന്ത്യ തകർത്തപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയേക്കുമെന്ന് ലോക രാജ്യങ്ങൾ അതിഭീകരമായിട്ട് ഭയന്നു എന്ന് ഇപ്പോ നിരീക്ഷകർ പറയുന്നുണ്ട്. അതിഭീകരമായിട്ട് ഭയങ്കര, കാരണം ഈ എയർബേസ് ഇന്ത്യ തകർത്തിരിക്കുകയാണ്. ഇന്ത്യ ഇനി ചിലപ്പോൾ അങ്ങനെ ആക്രമിക്കാൻ പാടില്ല, അതൊരു വാർ ക്രൈമാണ്. അതായത് ഒരു ലോക രാജ്യങ്ങളും ഒരു ന്യൂക്ലിയർ റിയാക്ടറുകളും ഒരു സ്ഥലങ്ങളും അങ്ങനെ ആക്രമിക്കില്ല. ഇന്ത്യ ഇപ്പോൾ ബ്രഹ്മോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ആക്രമിച്ചേക്കും എന്നുള്ളൊരു ഭയമുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഭയം ലോകരാജ്യങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ ഇടപെടും. അത് ഇന്ത്യയും ഇടപെടും, എവിടെയായിരുന്നാലും ഇന്ത്യയും ഇടപെടും. അപ്പൊ ആ ഒരു വാർത്ത ഇപ്പോ വരുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. അതുകൊണ്ടാണ് അമേരിക്ക ചാടിയിറങ്ങി ഇന്ത്യയെ തടുത്തു നിർത്തിയത്. അത് അമേരിക്ക ചാടി ഇറങ്ങുന്ന മുമ്പേ പാകിസ്ഥാൻ പോയി ട്രംപിന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയോട് ഈ യുദ്ധം നിർത്താനായിട്ട് ഇവർ പറയുന്നു, ഇവർക്ക് വേറെ നിവർത്തിയില്ല എന്ന് പറയുന്നു. പിന്നെ അമേരിക്കയ്ക്ക് ഇതിനകത്തുള്ള ഒരു സാമ്പത്തിക താല്പര്യം, F-16 വിമാനങ്ങൾ നിരന്തരം ഇന്ത്യ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ വിപണികളെല്ലാം കുത്തുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ആണവായുധ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ഒരു ആക്രമണം നടത്തുമോ എന്നൊരു ഭീതി പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം, ഈ സർഗോദയിൽ ഒരു അടി കൊടുത്തതിന് ശേഷം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു, ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, ഞങ്ങൾ ഇവിടെ ആണവ കമ്മിറ്റി രൂപീകരിച്ചെന്നോ ഞങ്ങൾ ഈ ആണവ കമ്മിറ്റി രൂപീകരിച്ച് ചർച്ച നടത്തുന്നോ അങ്ങനെ ഒരു വാർത്ത അവരത് നിഷേധിച്ചു. ഞങ്ങൾ അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. അത് പാകിസ്ഥാനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാൻ ഇപ്പൊ പറയുന്നതല്ല നാളെ പറയുന്നത്. വെടി നിർത്തി എന്ന് പറയും, കുറച്ച് കഴിഞ്ഞ് ഡ്രോൺ അയക്കും, എന്നിട്ട് പറയും വീണ്ടും വെടി നിർത്താന്ന് പറയും, അത് കഴിഞ്ഞ് വീണ്ടും ഡ്രോൺ അയക്കും. അതാണ് പാകിസ്ഥാന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അവർ ആക്ച്വലി ചെയ്ത് കഴിഞ്ഞിട്ട് അവരത് നിഷേധിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇതാണ് ബിജുചേട്ടാ ഇതിനകത്തുള്ള നമുക്ക് മനസ്സിലാകുന്ന, ഇന്ത്യ ഒരിക്കലും ഇത് പുറത്ത് പറയില്ല. കാരണം ഇന്ത്യക്ക് ഇത് പുറത്ത് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സർഗോദ എയർബേസ് ആക്രമിച്ചു എന്നുള്ളത് സത്യമാണ്. അവിടെ കൃത്യമായിട്ട് അവിടെ നിന്നും ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാന് തൊടുക്കാനായിട്ട് പറ്റും. പാകിസ്ഥാൻ അത് തൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ. ആണവ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കൊന്നും സംഭവിക്കില്ല എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ ഉണ്ടാകുന്ന ഡാമേജ് അതിഭീകരമായിരിക്കും. പിന്നെ ഈ ആണവായുധ കേന്ദ്രങ്ങളെല്ലാം അമേരിക്കയുടെ മേൽനോട്ടത്തിലാണ്. നമുക്കറിയാം, ഇപ്പൊ ഇറാനിൽ ഒരു ആണവായുധ കേന്ദ്രം തുടങ്ങുന്നെങ്കിൽ പോലും അമേരിക്ക അനുമതി കൊടുത്താലേ ഇറാന് തുടങ്ങാൻ പറ്റൂ. അങ്ങനെ അമേരിക്ക അനുമതി കൊടുക്കാതെ ഇവിടെ ആണവായുധം പരീക്ഷിച്ച ഒരേ ഒരു പ്രധാനമന്ത്രിയെ നമുക്കുള്ളത് AB വാജ്പേയി ആണ്. അമേരിക്ക
അണവായുധം പരീക്ഷിക്കണമെന്ന് പറഞ്ഞ് പോയി പണി നോക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ പൊക്രാനിൽ അണവായുധം പരീക്ഷിച്ചത്. അന്നൊരു ഉപരോധം നമുക്ക് വന്നായിരുന്നു. ആ ഉപരോധം നരേന്ദ്രമോദി വന്നപ്പോൾ എടുത്തു മാറ്റി പാകിസ്ഥാന്റെ തലയിലോട്ട് ഇട്ടു കൊടുത്തു. അതുകൊണ്ട് ഇന്റർനാഷണലി കാവൽ നിൽക്കുകയാണ് ഇവര് പാകിസ്ഥാന്റെ ആണവ നിലയങ്ങൾക്കൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ആക്രമണം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും വലിയ നാണക്കേടാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് എന്താണ് ഈ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെയും മറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ ജിയോ പൊളിറ്റിക്സിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, ഇത് ധനുഷ, നമുക്ക് ഇന്ത്യ തകർത്ത വ്യോമത്താവളത്തിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് കൊടുക്കാം. നമ്മൾ ഇന്ന് രാവിലെ ന്യൂസിന്റെ മലയാളത്തിൽ ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതില് റഫീഖ് എന്ന് പറയുന്ന സർഫറാസ് അഹമ്മദ് റഫീഖിന്റെ പേരിലുള്ള ഒരു വ്യോമത്താവളമുണ്ട്. അതിലാണ് ഈ ചൈനയുടെ JF-70 തുടങ്ങിയിട്ടുള്ള വിമാനങ്ങളൊക്കെ അതിന്റെ സ്ക്വാഡ്രൺ അതിന്റെ ആസ്ഥാനമാണത്. ഈ സ്ക്വാഡ്രന്റെ ആസ്ഥാനം എന്ന് പറയുമ്പോഴത്തേനും ഇത് അവിടെ ഓൾറെഡി ഉണ്ടാകും. ഈ വ്യോമത്താവളത്തിൽ വിമാനം ഉണ്ടായി, എല്ലാം കൂടി ഒരുമിച്ച് പറന്ന് പോകത്തൊന്നുമില്ല. വിമാനത്താവളത്തിന് അത്യാവശ്യം ആ അറ്റാക്ക് ചെയ്യേണ്ട ഫൈറ്റർ ജെറ്റ് മാത്രമാണ് പറന്ന് പൊങ്ങാറുള്ളത്. അല്ലാതെ ബാക്കിയുള്ള വിമാനങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടാകും. അല്ലാതെ നമ്മുടെ രാജ്യത്തിന് 2000 വിമാനം ഉണ്ട്, 2000 വിമാനം കൂടെ പറന്ന് കളിക്കത്തില്ല. അതവിടെ ലാൻഡ് ചെയ്തിട്ട് അത്യാവശ്യം 3-4 എണ്ണൊക്കെ പോകും. അപ്പൊ അവിടെ ഈ J-70 മിറാജ് ഫൈറ്ററും ഒക്കെ അടക്കമുള്ള ഒരു സ്ക്വാഡ്രൺ ആയിരുന്നു. പിന്നെ ഇത് മുരുത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം. പാകിസ്ഥാനിലെ ഈ ചക്മ ജില്ലയിൽ അവിടെ നിന്നിട്ടാണ് നമുക്ക് ഡ്രോൺ ആക്ഷൻ വന്നത്. അപ്പം നമ്മൾ ആദ്യം അവരെ അടിച്ചു തുടങ്ങുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡ്രോൺ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയിരുന്ന ഈ പറയുന്ന മുരുദിലും, ഒപ്പം തന്നെ ഈ രാജസ്ഥാനിന്റെ അതിർത്തിയിൽ ഉള്ള ഒരു എയർബേസ് ആണ്. അത് റഹീം യാർ ഖാൻ പറഞ്ഞത് അത് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ രാവിലെ 10 ലിസ്റ്റ് കൊടുത്തിരുന്നു. നമ്മൾ പറഞ്ഞത് 10 അടുത്ത് അടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ താഴെ വന്നൊരു ആൾക്കാർ വെച്ച് ഇതിന്റെ ഫോട്ടോ വേണം, ലിങ്ക് വേണമെന്ന് പറഞ്ഞു. നമ്മളൊന്നും പറഞ്ഞില്ല, കാരണം നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ പാകിസ്ഥാൻ തന്നെ ഫോട്ടോയും കൊടുക്കും, വീഡിയോയും കൊടുക്കും, ലിങ്കും കൊടുക്കും. പാകിസ്ഥാൻ ആദ്യം അംഗീകരിച്ച സാധനം റഹീം യാർ ഖാൻ എയർപോർട്ട് ഇന്ത്യ തകർത്തു എന്ന് പറഞ്ഞു. അതിന് വേറൊരു കാര്യങ്ങളുണ്ട്. ഇത് പാകിസ്ഥാനും UAE കൂടെ ചേർന്നിട്ട് ഒരു സംയുക്ത സംരംഭമായിരുന്നു. പക്ഷെ പാകിസ്ഥാനും UAE കൂടെ ഈ എയർബേസ് ഉണ്ടാക്കുമ്പോൾ അത് ഒരു ഈ വ്യോമത്താവളമായി മാറുമെന്ന് UAE കരുതിയിരുന്നില്ല. അപ്പം അത് ഒരു സ്നേഹബന്ധത്തിന് പുറത്ത് തുടങ്ങിയതാണ്. പക്ഷെ ഇവന്മാര് 2020-21 മറ്റോ ഇത് നേരെ 2023 മറ്റോ ഇത് നേരെ വ്യോമത്താവളമാക്കി മാറ്റി. അപ്പൊ അവിടെ ഈ UAE ഭരണാധികാരി വരുമ്പോൾ ഈ ഇരിക്കാനുള്ള ഒരു VIP ലോഞ്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ഇന്ത്യ അടിച്ച അടിയിലെ ലോഞ്ചും പോയി, എല്ലാം പോയി, മൊത്തം അതിന് തകർന്ന ചിത്രങ്ങളാണ് അവർ പുറത്തു വിട്ടത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കറാച്ചിയുടെ, പിന്നെ നമ്മൾ അടിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കറാച്ചിയുടെ അടുത്തുള്ള, അതിൽ കറാച്ചിയിലുള്ള സുക്കൂർ എന്ന് പറയുന്നത്, സുക്കൂർ 2017 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു വിമാനത്താവളം, അതാണ് നമ്മൾ അടിച്ചെടുത്തത്. ആ വിമാനത്താവളം എന്തിനാണ് അവർ യൂസ് ചെയ്യുന്നത്? വിമാനത്താവളമല്ല, ഇതൊക്കെ വ്യോമത്താവളങ്ങളാണ്, എയർഫോഴ്സിന്റെ സെന്ററാണ്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രതിരോധ സംവിധാനത്തിന് വേണ്ട ബാക്കപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടിച്ചത് ചുനിയ, ലാഹോറിനടുത്തുള്ളത്, അതുപോലെ തന്നെ സ്കാർഡു, ജക്കബാബാദ്, സൊളാരി, ഏതൊക്കെയാണ് നമ്മൾ അടി. ഇനി നമ്മൾ വരുന്ന അടി പ്രധാനപ്പെട്ടതൊന്ന് ഈ പറയുന്ന സർഗോദയാണ്. ഇപ്പൊ അവര് റാവൽപിണ്ടിയിലെ എയർപോർട്ട് തകർത്ത കാര്യം ഇപ്പൊ വിട്ടിട്ടുണ്ട്. ഇപ്പൊ 2 10-ലെ 2 ഇപ്പൊ ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തിനകം ഒരു 3-4 കൂടെ വരും. നാളെ കൂടെ ആകുമ്പോൾ ഈ 10 അല്ല, ചിലപ്പോൾ ധനുഷ് 13 പേര് വരാൻ സാധ്യതയുണ്ട്. പതുക്കെ എണ്ണ എടുത്തു. എനിക്ക് തോന്നുന്നു ഈ അടിയെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ എങ്ങനെ എണ്ണ എടുക്കുന്നെന്ന് തോന്നുന്നു. അടിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എവിടെയൊക്കെ വീണു എന്ന് അറിയാൻ തന്നെ അവന്മാർക്ക് കുറച്ച് ദിവസം എടുക്കുമെന്നാണ്. അതെല്ലാം തപ്പിപ്പറക്കി ഇപ്പൊ 2 അവർ പറഞ്ഞു കഴിഞ്ഞു. ഫോട്ടോയും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടു. രാവിലെ പുറത്തു വിട്ടത് പറഞ്ഞു. ഇപ്പൊ 2ാമത്തെ റാവൽപിണ്ടിയിലെ പറഞ്ഞു. അതിൽ അവർക്ക് ഏറ്റവും പെട്ടെന്ന് ലോകരാജ്യങ്ങൾ സഡനായിട്ട്, അതുവരെ ഒരു ലോകരാജ്യവും ഇടപെട്ടിട്ടില്ല. അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ ഇടപെടാനില്ലെന്നാ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടോ? ഞങ്ങൾ ഇടപെടാനില്ല, അവര് തമ്മിൽ അവരുടെ കാര്യമായി. ചൈന ഇതുപോലെ ഓപ്പൺ ആയിട്ടൊരു പിന്തുണ പാകിസ്ഥാന് കൊടുത്തില്ല. ചൈന മാറി, ആരും ഒന്നും മിണ്ടിയില്ല. ആ ഒരു സാഹചര്യത്തിൽ എവിടെ വെച്ചാണ് ഇത് കഥ മാറുന്നത് വെച്ചാൽ, ഈ സർഗോദ എന്ന് പറയുന്ന മുഷറഫ് വ്യോമത്താവളത്തിലെ അറ്റാക്ക്, അത് ചെറിയ വ്യോമത്താവളമല്ല എന്ന് ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ധനുഷ് വിശദീകരിച്ചു. അത്ര ഇമ്പോർട്ടന്റ് ആയുള്ളത് പണി കിട്ടിയതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങളിപ്പോൾ ആണവ യുദ്ധം ഉണ്ടാക്കും എന്നൊക്കെ പറയുക. അമേരിക്കയിൽ വിളിച്ച് പറഞ്ഞു ഞങ്ങളിപ്പോഴത്തെ ആണവ ആയുധം ഉപയോഗിക്കുന്നു. അമേരിക്കയ്ക്ക് വളരെ ക്ലിയർ ആയിട്ടറിയാം, ഇവന്മാർ അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയെ പോലൊരു രാജ്യം, മുമ്പ് അമേരിക്ക അത് പറഞ്ഞിട്ടുള്ളതാണ്, അവരുടെ കയ്യിൽ ഇരിക്കുന്ന കമ്പനി എടുത്ത് ഈ രാജ്യം തന്നെ ഇല്ലാതായി പോകുമെന്ന് തോന്നി. ആ ഒരു സാഹചര്യത്തിലാണ് വന്നത്. പക്ഷെ അത് ധനുഷ് പറയുന്ന അത് ആടി ഇച്ചിരി കൂടിപ്പോയെന്ന് ഒരുപക്ഷെ ഇന്ത്യക്കും തോന്നിയിട്ടുണ്ടാകും. കാരണം മർമ്മത്തുള്ള അടി, അവർക്ക് കൃത്യമായി കിട്ടിയ ഒരു അടി ഇന്ത്യക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ ഇന്ത്യയും ശരി വെടിനിർത്തൽ ആണെങ്കിൽ വെടിനിർത്തൽ താൽക്കാലികമായിട്ടുള്ള ഒരു റെസ്റ്റാണ് ഏത് ഒരു അടിയുടെ ഇടയ്ക്ക് ഉള്ളത്. അവിടെയാണ് ചൈന വരുന്നത്. ചൈനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് ധനുഷ് ശ്രദ്ധിച്ചോ? നേരത്തെ ഒന്നും ചൈന പറയാത്തൊരു സ്റ്റേറ്റ്മെന്റ് വന്നു അവിടെ.
ചൈന പറഞ്ഞു പാകിസ്ഥാന്റെ പരമാധികാരത്തിന് നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കും. അത് അതെ അവർ അതെ ആ ഇന്നലെ ഒരു രാത്രി. സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതെന്ന് അറിയാവോ? അതായത് ആ മനോനില, അതായത് ഈ പാകിസ്ഥാന്റെ ഒരു മനോനില തകർന്നിട്ടുണ്ട്. ഈ സർഗോദ പോവുക എന്ന് പറഞ്ഞാൽ, സർഗോദയിൽ അടി കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു നിർണായക പോയിന്റിലാണ് ഇന്ത്യ അടിച്ചത്. അതെ അതോടുകൂടി തന്നെ അന്നും പതറിപ്പോയ പാകിസ്ഥാനുണ്ട്. കാരണം ചൈനയുടെ ഏറ്റവും വലിയ ആയുധ വിപണി പാകിസ്ഥാനാണ്. ചൈന ആയുധം വിൽക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൈവിടാനും കഴിയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ചാടിക്കയറി ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തത്. നിങ്ങളാരും പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ്. അത് അവിടുത്തെ ഇപ്പം നമ്മളെ കണക്കുള്ള മാധ്യമപ്രവർത്തകരും മറ്റുമൊക്കെ പാകിസ്ഥാനിലുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് തണുപ്പിക്കാനും ഒരു ധൈര്യം പകരാനും പെട്ടെന്ന് എടുത്തൊരു സ്റ്റാൻഡാണ് ചൈന എടുത്തത്. ഇന്ന് രാവിലെ ആയപ്പോൾ ചൈന സ്റ്റാൻഡ് പതുക്കെ മാറ്റിയിട്ടുണ്ട്. ചൈന പറയുന്ന പ്രശ്നം നമുക്ക് നയതന്ത്ര തലത്തിലൊക്കെ പരിഹരിക്കാം, അതിനുവേണ്ടി എന്ത് ഹെൽപ്പും നമ്മൾ ചെയ്യാം. അമേരിക്ക വന്നിട്ട് പെട്ടെന്ന് ചാടി അതിനകത്ത് വീഴുകയും ചെയ്തു. ഇങ്ങനെയുള്ള രണ്ട് കേസുകൾ. ഇതിനിടയിലാണ് റഷ്യയുടേതെന്ന് പറയുന്നത്, റഷ്യയുമായിട്ടൊരു ഡിസ്കഷൻ നടന്നു എന്ന് പറയാം. സ്വാഭാവികമാണ്. കാരണം നമ്മളുടെ ഒരു ആയുധ പങ്കാളി മാത്രമല്ല, നമ്മളുടെ ഒരു ആജീവനാന്ത പങ്കാളി, ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. റഷ്യയുമായിട്ടൊരു ഡിസ്കഷൻ നടന്നതാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എല്ലാം നമ്മുടെ ഗസ്സിംഗ് ആണ്, സ്പെക്കുലേഷൻ ആണ്. അവിടെ റഷ്യയുടെ ഒരു മൂവ്മെന്റ് ഇന്ന് നടന്നിട്ടുണ്ട്. റഷ്യ ഇന്ന് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം തീർക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു പെട്ടെന്ന്. അതിന് മറ്റൊരു ജിയോ പൊളിറ്റിക്സിന്റെ കാര്യമുണ്ട്. കാരണം ഈ മേഖലയിൽ, ഏഷ്യൻ മേഖലയിൽ അമേരിക്കയുടെ കടന്നുകയറ്റം റഷ്യക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ചൈനയും ഇന്ത്യയും ഒക്കെ റഷ്യയുടെ ഒരു പങ്കാളിയായിട്ട് നിൽക്കുന്നിടത്തേക്ക് അമേരിക്ക കടന്നു കയറാൻ ശ്രമിക്കുന്നത് റഷ്യക്ക് ഉണ്ടാക്കും. അത് മാത്രമല്ല, കഴിഞ്ഞ 3 വർഷമായിട്ട് റഷ്യ ഈ ഉക്രൈൻ യുദ്ധത്തിന്റെ പുറകിന് പോയിട്ട് പെട്ടുകിടക്കുകയാണ്. അവിടെ തളച്ചിടപ്പെടുകയാണ് ചെയ്യുന്നത്. അവരുടെ സാമ്പത്തികമായി അവർ ഡൗൺ ആകുന്നു എന്ന് മാത്രമല്ല, റഷ്യക്ക് റഷ്യയുടേതായത് ഒരു ഫുൾ പവറിലേക്ക് എത്താൻ കഴിയുന്നില്ല. മുമ്പ് അമേരിക്കയ്ക്ക് ബദൽ റഷ്യ എന്ന് പറഞ്ഞിടത്തേക്ക് ഇനിയും ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ റഷ്യ എന്ന് പറയുന്ന പേര് പതുക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. കാരണം ഇവര് യുക്രൈനുമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മറ്റു കാര്യങ്ങൾ ഇടപെടാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഇസ്താംബൂളിൽ വെച്ചിട്ടാണ് ഈ ചർച്ചയ്ക്ക് പുടിൻ പച്ചക്കൊടി വീശുകയും ചെയ്തിട്ട്. നേരിട്ടുള്ള ചർച്ചയാണ്, ഇടനിലക്കാരൊന്നുമില്ല, ട്രംപും ഒന്നുമില്ല, നേരിട്ടുള്ള ചർച്ചയാണ്. ട്രംപ് പറയും, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു, വരാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് ട്രംപും സെലൻസ്കിയും കൂടെ സംസാരിക്കട്ടെ എന്ന് ട്രംപ് പറയും. ട്രംപ് ഒരു വിടുവാത്തരം പറയുന്നതിനകത്തൊരു വിദഗ്ധനാണ്. അപ്പം എവിടുന്ന് നേട്ടം ഉണ്ടാക്കാന്നാണ് പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അറം പറ്റിയ മനുഷ്യനാണ്. കാരണം പുള്ളി ഇടപെട്ടിട്ട് ഒരു കേസും തീർന്നിട്ടില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ഡേഞ്ചർ ആയിട്ട് കുളമായിട്ട് പോകുന്ന അവസ്ഥയാണ്. ഇസ്രായേലിന്റെ ഹമാസിന്റെ കേസിൽ ഇടപെട്ട് ധൃതി പിടിച്ച് അത് ചെയ്ത് ഇത് ചെയ്തെല്ലാം ചെയ്തു. ഇപ്പൊ കരയുദ്ധം തുടങ്ങിയിരിക്കുന്ന അവിടെ ഇടപെട്ട് ഉക്രൈനും റഷ്യയായിട്ട് ഇപ്പൊ കട്ടക്കലിപ്പിലായിട്ട് അവസാനം ഇപ്പൊ റഷ്യക്ക് തന്നെ മടുത്ത് നമുക്ക് നിർത്താം എന്ന നിലയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ പുള്ളി നമുക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ പുള്ളി പറഞ്ഞത് 1000 വർഷം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ കാശ്മീർ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകാൻ ഞാൻ കുറച്ച് കാവ്യാത്മകമായിട്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. 1000 വർഷം കഴിഞ്ഞായിട്ടായാലും ഞാൻ വരാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 1000 വർഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്ക് കേട്ട് ഇന്ത്യക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം കേവലം 4 വർഷത്തെ ആയുസാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിനുള്ളത്. ട്രംപ് പോയിട്ട് അടുത്ത വരുന്നത് ഇനി കമലാ ഹാരിസ് ആണെങ്കിൽ അവരുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കും ഇന്ത്യയോട്? അല്ല, മാറിക്കൊണ്ടിരിക്കും. ഇനി ട്രംപിന് തന്നെ വൈകുന്നേരം പറയുന്ന നിലപാടല്ല പുള്ളി രാവിലെ പറയാം. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കി മുമ്പോട്ട് പോയി. നേരെ മറിച്ച് റഷ്യയുടെ ഒരു നിലപാടാണെങ്കിൽ ഇന്ത്യ ഒരുപക്ഷെ കേൾക്കേണ്ടി വരും. കാരണം അത്രയ്ക്കുള്ള ഒരു റിലേഷൻ ഇന്ത്യ റഷ്യ തമ്മിലുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് വന്ന് ചാടി വീഴാൻ തക്ക പൊട്ടന്മാരൊന്നും ഇന്ത്യയിലില്ല. അപ്പൊ ഇന്ത്യയെ ഭരിക്കുന്ന ഭരണാധികാരി എത്രയോ ബുദ്ധിപൂർവ്വമായിരിക്കും നിൽക്കുന്നത്. അല്ല ട്രംപ് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഒപ്പിടാൻ പറ്റില്ല. കാരണം ട്രംപിന്റെ നാട്ടിൽ തന്നെ ആർക്കും വലിയ വിശ്വാസമില്ല എന്താണ് ഇനി അടുത്ത നിമിഷം പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അപ്പൊ അത് കാരണം അവിടെ അമേരിക്കയുടെ ഒഫീഷ്യലി സ്റ്റാൻഡ് അല്ല, അത് അവരിപ്പൊ പറയുന്നു. വേണമെങ്കിൽ അവർക്ക് ചോദിച്ചാൽ പറയാം അത് അന്നത്തെ ഞങ്ങളുടെ നിലപാട്, ഇത് ഇപ്പോഴത്തെ നിലപാട്. കുറച്ചാൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള സേനയെ മുഴുവൻ അയച്ച് അവിടുത്തെ ജനത്തിനെ മുഴുവൻ അടിച്ചു പൊടിച്ച് കൊന്നു, വലിയ പ്രശ്നമായി. എല്ലാം കഴിഞ്ഞിട്ട് ട്രംപ് വന്നപ്പോ എന്താ സംഭവിച്ചത്? ആ സേനകളെല്ലാം തിരിച്ചു വിളിച്ചു. അല്ല, ഇവര് ലോകത്ത് എല്ലായിടത്തും കൊണ്ട് സേനകളെ ഇറക്കുക, കുളവാക്കുക. പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത ഭരണാധികാരി വരും പറയും ഇത് നമ്മുടെ നിലപാടല്ല, എല്ലാവരും തിരിച്ചു വിളിക്കണം എന്ന് പറയും. അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം. അതൊന്നും ട്രംപ് ഒന്നും പറയുന്നൊന്നും കേൾക്കാൻ നരേന്ദ്രമോദി കിട്ടത്തില്ല. അതല്ല ഇതിനകത്ത് പ്രധാന വിഷയങ്ങൾ ഇതാണ്. ഇപ്പൊ ഏതായാലും പാകിസ്ഥാൻ അവരുടെ നഷ്ടത്തിന്റെ കണക്കെടുത്തുകൊണ്ടിരിക്കുന്നു. ആ കണക്കുകൾ പുറത്തു വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് പാകിസ്ഥാൻ. പിന്നെ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ശാശ്വതമായ ഒരു പരിഹാരമേ അല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ ഉത്സവപ്പറമ്പിൽ 2 ഗ്രൂപ്പുകൾ തമ്മിൽ തല്ല് നടക്കുമ്പോൾ അതിന് ഇടനില നിൽക്കാനായി ചിലർ വരും. അവർ പറയും 2 മിനിറ്റ് നിങ്ങൾ ആരും മിണ്ടരുത്, ഞങ്ങളൊന്ന് സെറ്റ് ആക്കാവോ നോക്കട്ടെ, കോംപ്രമൈസ് ആക്കാവോ നോക്കട്ടെ എന്ന് പറയും. ആ 2 മിനിറ്റാണ് ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത്. ഏത് നിമിഷവും വെടി പൊട്ടും. വെടിനിർത്തൽ എന്ന് കേട്ടാൽ ആലോചിച്ചോണം വെടി പൊട്ടും എന്നുള്ളത്. കാരണം ഇന്ത്യയുമായിട്ട് 1948 ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അതാണ് പിന്നെ നമ്മുടെ ഷിംല കരാറായിട്ട് വരുന്നപ്പോൾ അതിനകത്തൊരു രേഖയായി മാറിയത്. അതിർത്തി
രേഖയായിട്ട് മാറുന്നത്. അപ്പൊ വെടിനിർത്തൽ 2021 നമ്മൾ ഈ ജമ്മു കാശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാനായിട്ട് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി. ഇത് കരാർ പോലും ഇല്ല, വെടിനിർത്തൽ. പിന്നെ മറ്റൊരു കാര്യം കൂടി പ്രേക്ഷകർ അറിയേണ്ടതായിട്ടുണ്ട്. ഈ വെടിനിർത്തലും സിന്ധു നദീജലവും ആയിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അത് ഇന്നലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ഷിംല കരാർ, സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. അത് റദ്ദാക്കിയതാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വെപ്രാളത്തിന് ദവന്മാര് ഷിംല കരാർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ. അങ്ങനെ ഇപ്പൊ നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനായിട്ട് ഒരു കരാറുമില്ല. എനിക്ക് തോന്നുന്നു 1947 മുമ്പുള്ള അവസ്ഥയാണ് ഇപ്പോൾ അതിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. കരാറുമില്ല, LOCയും ഇല്ല, വെള്ളവുമില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പം വെടിനിർത്തൽ എന്നൊന്നും ഇല്ലാന്ന് ഇപ്പൊ സേനയും കൂടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഓപ്പറേഷൻ മുമ്പോട്ട് പോകാൻ സേനയെ അങ്ങനെ പിൻവലിക്കാനോ പറ്റത്തില്ല. അതില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം ഇന്ന് രാത്രിയിൽ എന്താണെന്നറിയാം, പാകിസ്ഥാനെ വേണ്ടി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് രാത്രിയിൽ. കാരണം അവിടെ ഒരു വ്യവസ്ഥാപിതമായ ആളുകളൊന്നുമില്ല. ഇനി കുറച്ച് പട്ടാളക്കാർക്ക് തോന്നുകയാണ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും പട്ടാള മേധാവിക്ക് തോന്നുകയാണ് കുറെ ഡ്രോണുകൾ എടുത്ത് പറത്തി വിടാമെന്ന്. ഇനി പറത്തി വിട്ടാൽ ചിലപ്പോൾ കിട്ടുന്നത് അടിപൊളി അടിയുമായിരിക്കും. കാരണം അതുകൊണ്ടാണ് ഇന്ത്യ ഇന്നലെ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് മാറി പെട്ടെന്നൊരു തിരിച്ചടിക്ക് പോകാത്തതിന് കാരണം, ധൃതി പിടിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണവും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകരുതെന്ന് കരുതിയിട്ടാണ്. ഇപ്പൊ വീണ്ടും ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്കൊപ്പമാണ്. കാരണം എന്താണ്, ഇന്നലെ ഇന്ത്യ കാണിച്ച ആ ഒരു വലിയ സംയമനം അല്ലെങ്കിൽ ആ വലിയ മനസ്സ് എന്നത് കാണാതിരിക്കാൻ കഴിയില്ല. ഇന്നും ഈ പ്രാന്തന്മാർ ഡ്രോണോ കാര്യങ്ങളോ എല്ലാം പറത്തി വിടാന്നുണ്ടെങ്കിൽ അതൊരു വലിയ അടിയിലേ തീരത്തുള്ളൂ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.